ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല അതൊരു വാക്കുപാലിക്കലാണ്, ഒരു ചാരിതാർത്ഥ്യത്തിൻ്റെ നിമിഷമാണ്. നമുക്കറിയാം അവരുടെ ഒരു ദുഃഖം ഒരിക്കലും നമുക്കത് അപരിഹാര്യമാണ്, അവർക്കുണ്ടായ നഷ്ടം. പക്ഷേ പറഞ്ഞ വാക്ക് പാലിച്ച് ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ നടപ്പിലായി എന്ന് നമ്മളൊക്കെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇപ്പോൾ മറ്റന്നാൾ നടക്കേണ്ടത് മാർച്ച് 1 മാറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുണ്ടക്കൈ ചൂരൽമല മലയാളിയുടെ മനസ്സിൽ നീറ്റൽ തീരാത്തൊരു വേദനയാണ്. 2024 ജൂലൈ 30 പുലർച്ചയ്ക്ക് 1755 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്തുള്ള 298 പേരാണ് മരിച്ചത്. ഒരൊറ്റ ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേർ മരണം സാധാരണ ഒരു ദുരന്തത്തിനുണ്ടാകുന്നതേ അല്ല. നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത വിധത്തിലാണ് എല്ലാ വീട്ടിലെയും മനുഷ്യർ നഷ്ടപ്പെടുക. അവരോട് ഗവൺമെൻറ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരെ തിരിച്ചെടുക്കുക സാധ്യമല്ല, പക്ഷേ തിരിച്ചെടുക്കാൻ സാധ്യമായ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. ഒരുമിച്ച് താമസിക്കണം എന്നുള്ള അവരുടെ വലിയ ആഗ്രഹം അതായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 750 കോടി രൂപയോളം കയ്യിലുള്ളപ്പോൾ ഗവൺമെൻറ് ഇത് എടുത്തു വെച്ചിട്ട് എന്തിനാണ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ചോദ്യം ചിലർ ചോദിച്ചു. ബോധപൂർവമാണ്, രാഷ്ട്രീയ പ്രേരിതാണ്. അത് അങ്ങ് വീതം വെച്ച് കൊടുത്താൽ പോരെ. അങ്ങനെ വീതം വെച്ചിരുന്നെങ്കിൽ ഈ ആളുകൾ മുഴുവൻ വഴിയാധാരായേനെ. വയനാട്ടിൽ അവർക്ക് ഒരുമിച്ച് മേടിക്കാൻ പറ്റിയ അത്തരം സ്ഥലങ്ങളില്ല. എല്ലാ സ്ഥലങ്ങളും പ്ലാന്റേഷൻ്റെ ഭാഗവും എക്സംഷൻ കിട്ടിയ സ്ഥലങ്ങളും ആയതുകൊണ്ട് അതൊന്നും മുറിച്ചു വെക്കാൻ യഥാർത്ഥത്തിൽ അധികാരമില്ല. അങ്ങനെ മുറിച്ചു വെക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നവർക്ക് പിന്നീട് അവരുടെ അംഗീകാരത്തെയും അവരുടെ ആധികാരികമായ രേഖയെ അത് ബാധിക്കും. ഓഗസ്റ്റ് 25 ക്യാമ്പ് പിരിഞ്ഞത്. ഓഗസ്റ്റ് 24 അവിടെ സന്ദർശിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വീട്ടുകാരുമായി എല്ലാ ദുരന്ത ബാധിതരുമായി വി വേണു IAS അന്നത്തെ ചീഫ് സെക്രട്ടറി നേരിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് ഇനിയൊരു പലായനം വയ്യ. ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക്, ചൂരൽമലയിൽ നിന്ന് ഇനി ഏതോ ഒരു മലയിലേക്ക്, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമല്ല എല്ലാം എടുത്ത് ഇങ്ങനെ നിരായുധരായി നിരാലംബരായി അശരണരായി ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണോ? ഞങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കണം. റിസ്ക് ആയിരുന്നു അത്. പണം അങ്ങ് വീഴ്ച കൊടുത്താൽ ആഗസ്റ്റ് മാസത്തിൽ ആളുകൾക്ക് പണം കൊടുത്താൽ സെപ്റ്റംബർ മാസത്തിൽ പ്രശ്നം അവസാനിക്കും. പക്ഷെ അതുകൊണ്ട് അവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല എല്ലാ രേഖകളും ഞങ്ങൾ ഒന്നിച്ചു താമസിക്കണം എന്ന് അവരുടെ ആവശ്യം നിറവേറ്റില്ല. യഥാർത്ഥത്തിൽ ഒക്ടോബർ 4 നമ്മൾ ഭൂമി ഏറ്റെടുത്തു. പക്ഷേ അവിടെ പണി നമുക്ക് ആരംഭിക്കാനായത് ഏപ്രിൽ 13 കാരണം പൂർണ്ണമായും കോടതിയാണ്. കോടതി ഇടപെട്ടു, വിവിധങ്ങളായിട്ടുള്ള തരത്തിലുള്ള വ്യവഹാരങ്ങളുണ്ടായി. നമ്മളത് സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു അപകടം പോലെ നമുക്കത് അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായെങ്കിലും ഇപ്പോൾ ആ വീടുകളിലേക്കൊന്ന് പോയാലറിയാം എന്തൊരു മനോഹരമായ, എന്തൊരു വില കൂടിയ, 1 കോടിയോളം രൂപ വരും വീടിനും ഭൂമിക്കും ചുറ്റുമതിലിനും എല്ലാം കൂടി. ഒരു വീട് എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിലൊരു വീട്, 3 നില കെട്ടണമെങ്കിൽ കെട്ടാൻ പറ്റുന്ന ഒരു വീട്, അതിൽ 3 ഭാഗത്തും 4 ഭാഗത്തും നല്ല മനോഹരമായിട്ടുള്ള മതിൽ, എല്ലാ മതിലിലും പിന്നെ ഗേറ്റ് തുറക്കുന്നതെല്ലാം ടാറിട്ട റോട്ടിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ട് 10 അടി താഴ്ചയിലേക്ക് കുഴി കുഴിച്ച് കോൺക്രീറ്റ് ഇട്ട് പില്ലറുകൾ ഉയർത്തിയാണ് വീടുകളുടെ നിർമ്മാണം. ഒരു ദുരന്തത്തിനും ഇനി അത് നഷ്ടപ്പെടുത്താൻ ഉണ്ടായാൽ പോലും പെട്ടെന്ന് ഇത് പണി. അതിനിടയ്ക്ക് മഴ അല്ലേ, ഏപ്രിലിൽ ഇത് തുടങ്ങുന്നു, പിന്നീട് ഏപ്രിൽ 11, 13 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് നവംബർ പകുതി വരെ മഴ, കനത്ത മഴ. അതിനിടയിലും ഇത് മാത്രമല്ല, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വേസ്റ്റ് ഡിസ്പോസല്, ആരോഗ്യ കേന്ദ്രം, കളിക്കളം, സ്വിമ്മിംഗ് പൂള്, മാർക്കറ്റ്, അംഗനവാടി, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ എന്തെല്ലാം വേണം അതെല്ലാം ഒരു നഗരത്തിൽ കൊണ്ടുവന്ന് അയൽവക്കക്കാരായി താമസിപ്പിച്ച് ഇപ്പുറത്തും അപ്പുറത്തും ആളപായം ഉണ്ടായവർ ആളപായത്തിൻ്റെ വിഷമം തീർക്കാൻ അവരൊരുമിച്ചെങ്കിലും ജീവിക്കുക എന്ന മനോഹരമായൊരു സങ്കല്പത്തിലേക്ക് പോയപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആഫ്റ്റർ ഡിസാസ്റ്റർ ഒരു നഗരം ഉണ്ടാകുന്നു എന്ന ഒരു പുതുമ കൂടി അതിനുണ്ടാകും. കടക്കാരുടെ കടങ്ങൾ അവരെ സഹായിക്കാൻ നമ്മൾ നിശ്ചയിച്ചു. കടക്കാരുടെ, അതായത് വ്യാപാരികളുടെ, സംരംഭകരുടെ, കടം കൊടുക്കാനുള്ളവരുടെ കടമെഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സെക്ഷൻ 13 ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 പ്രകാരം ഒറ്റ പ്രമേയം പാസ്സാക്കിയാൽ മതിയെന്നിരിക്കെ ശത്രുതാപരമായ നിലപാട് കൊണ്ട് ആ പ്രമേയം പാസ്സാക്കിയില്ല. നമ്മൾ ആ പ്രമേയം പാസ്സാക്കിയിരുന്നെങ്കിൽ സിബിൽ സ്കോർ കണക്കിലെടുക്കാതെ ഇവരുടെ കടങ്ങൾ എഴുതി തള്ളുമായിരുന്നു. പല വ്യവഹാരങ്ങൾ നടത്തി ഞങ്ങൾ കാത്തു. ഞങ്ങളുടെ ഭാഗം ന്യായമായതുകൊണ്ട് ഞങ്ങൾ കാത്തു.
പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇനി കാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കടത്തിന് കൊടുക്കാനുള്ള സംഖ്യ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ബാങ്കുകളിൽ അടയ്ക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ചൂരൽമല നീറുന്നൊരു ഓർമ്മയാണ്. പക്ഷേ ചൂരൽമലയ്ക്ക് ഒരു പ്രയാസവുമില്ലാത്ത വിധം ആദ്യ ഫസ്റ്റ് ഫേസിലുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പട്ടയമടക്കം. അങ്ങനെ പറഞ്ഞാൽ ഈ രേഖയുടെ പേരിലൊരു തർക്കം ഉണ്ടാവില്ല. ആ കൃത്യരേഖയടക്കം നമ്മളവിടെ കൊടുക്കുന്നത്. ബാക്കി അവിടെ വരേണ്ട എല്ലാവർക്കും കാലവർഷത്തിൻ്റെ ആദ്യത്തെ മഴത്തുള്ളി കൽപ്പറ്റയിൽ വീഴുന്നതിന് മുമ്പ് വീടുകളുടെ താക്കോൽ കൈമാറിയിരിക്കും എന്ന് സർക്കാർ കൊടുക്കുന്നുണ്ട്. വീടുകൾ 400 വീടുകൾ 410 വീടുകളുടെ നിർമ്മാണമാണ് അതിവേഗം നടന്നത്. ഇപ്പം ഇത് ഈ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് നീട്ടി വെക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചില സാങ്കേതിക കാരണങ്ങളാണ്. ഒന്നവിടുത്തെ റോഡ് കുറച്ചുകൂടി എല്ലാ വീട്ടിലേക്കും വരാവുന്ന ആക്സസിലേക്ക് ഒന്ന് തിരിയണം. പിന്നെ ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം എടുക്കണം എന്നൊരു ആശയം അവിടെ നിന്ന് തന്നെ പലതവണ ഇങ്ങനെ വന്നിരുന്നു. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് കൂടിയാലോചിച്ച് ബുധനാഴ്ച ദിവസം ആകുമ്പോൾ പലർക്കും വരാനും പോകാനും ഒക്കെയുള്ള പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മളെ സഹായിച്ചവരോടൊക്കെ വരാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൺവീനിയൻറ്റ് ഒരു ടൈം എന്നുള്ള നിലയിൽ ഞായറാഴ്ചയിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഈ ആഴ്ച തന്നെ ചെയ്യുള്ളൂ. ഇവർക്ക് തൊഴിൽ എന്നുള്ളത് കൂടി അതിലെന്താണ് മിനിസ്റ്റർ? നമ്മളൊരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷിയുള്ളവർക്ക് കൃഷി, മറ്റു ജീവിതോപാധികൾ കൊണ്ടു നടക്കാൻ പറ്റുന്നവർക്ക് അത്, കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒക്കെ നേതൃത്വം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ പണം കൊടുത്ത് 1037 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ നാളെ നേറ്റിവിറ്റി കാർഡ് ബില്ല്, അത് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു നിലപാട് നമ്മൾ ഇന്നൊക്കെ കണ്ടതാണ്. മിനിസ്റ്റർ അതിൽ വലിയ പ്രതിഷേധം ഇന്ന് നിയമസഭയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു നിസ്സഹകരണം, അതേക്കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് കവി പാടിയിട്ടുള്ളത്. നമ്മുടെ ചോര തിളയ്ക്കണം. നാം ഒരു കേരളീയനാണ്. കേരളീയൻ ആരാകാം അതും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ജനിച്ചവർ, വിദേശ പൗരന്മാരില്ലാത്ത കേരളത്തിൽ ജനിച്ചവർ, കേരളത്തിൽ ജനിച്ചില്ലെങ്കിലും മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ച് വളർന്നു പോയ ആൾ, അവർക്ക് ജനിക്കുന്നൊരു കുഞ്ഞ് ചിലപ്പോൾ പുറത്തായിരിക്കും ജനിക്കുക, പക്ഷേ അയാൾ വിദേശ പൗരനല്ലെങ്കിൽ അയാൾ കേരളീയനാണെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിലൊരു കാർഡ് ലഭ്യമാകും. ഈ കാർഡിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേരത്തെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നേറ്റീവ് കാർഡ് എന്നൊരാശയത്തിലേക്ക് വരുമ്പോൾ ആ കാർഡ് ഒരു ആധികാരികമായ രേഖയാകാനാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു നിയമനിർമ്മാണം തന്നെ നടത്തിക്കൊണ്ട് നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ മനുഷ്യർക്ക് സൃഷ്ടിച്ചിട്ടുള്ള ആശങ്ക വളരെ വലുതാണ്. എപ്പോഴും ഞങ്ങൾ അപായത്തിൽപ്പെടുമോ, ഞങ്ങൾ അപകടത്തിൽപ്പെടുമോ, പെറ്റനാട്ടിൽ നിൽക്കാൻ പറ്റാതെ പോകുമോ എന്ന ഭീതി തുടർച്ചയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നേറ്റിവിറ്റി കാർഡ് ഒരാശയം മാത്രമല്ല, അത് മതനിരപേക്ഷമായിട്ടുള്ള മനുഷ്യൻ്റെ മാനവികമായ സങ്കല്പങ്ങൾക്കുള്ള ഒരു അടിവരയിടലാണ്. കേരളവുമായി പൊക്കിൾക്കൊടി ബന്ധം ഏതെങ്കിലും ഉള്ള ഒരാൾ കേരളീയനാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും അവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന സമീപനമാണ്. അത് കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ അതിഗംഭീരമായിട്ടുള്ള ഒന്നായി തീരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിസ്സഹകരണം, അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് സമരം ചെയ്യാൻ എത്രയോ സാധ്യതകളും അവസരങ്ങളും ഉണ്ട്. നേരത്തെ തന്നെ ബഡ്ജറ്റിൻ്റെ ആദ്യഘട്ടങ്ങൾ അതിഭീകരമായി അലങ്കോലപ്പെടുത്താനാണ് പ്രതിപക്ഷം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചത്. അടിയന്തര പ്രമേയത്തിൽ പോലും ഇല്ലാത്ത വസ്തുതകൾ പ്ലക്കാർഡുകളുമായി വന്ന് അപ്പോൾ ഉയർത്തി വലിയ ബഹളമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമൊക്കെ കേരളം പറഞ്ഞിട്ടുണ്ടാവും, ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, അതും ജനപ്രിയമായ ഒരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ സഭയിലത് ബോധ്യപ്പെടുത്തി തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ആ സഭ അലങ്കോലപ്പെടുത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ജനങ്ങളെതിരായി ആ നടപടിക്രമത്തിൽ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ചാതുരതയിൽ ഇത് പുറത്തേക്ക് ഇരുത്തിയെന്നും നിരാകാരിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവരുടെ പ്രതിഷേധം തുടർന്നു. പക്ഷെ അപ്പോഴും അവർ ഈ ഇഷ്യൂവിൽ ഇടപെടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നേറ്റിവിറ്റി കാർഡ് അവതരിപ്പിക്കുന്നൊരു ഘട്ടത്തിൽ സഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ രേഖപ്പെടുത്തണം.
സാധാരണ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വന്നാൽ പ്രസംഗിക്കാൻ കിട്ടാനെങ്കിലും വേണ്ടിയാണെങ്കിലും ആരധികാരത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തു നിന്ന് വരുന്ന MLA-മാർ ഒരു ഡിസെൻഡിങ് നോട്ട് കൊടുക്കും. ഡിസെൻഡിങ് നോട്ട് കൊടുത്താൽ അത് പിറ്റേന്ന് സഭയിൽ പ്രസംഗിക്കാനുള്ളതിൻ്റെ ഏറ്റവും ആധികാരികമായ രേഖയാണ്. ഇത് ആ ഡിസെൻഡ് നോട്ട് പോലും പ്രതിപക്ഷം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു നിസ്സഹകരണമാണ്. അത് ഈ നിലപാടിനോടുള്ള ഒരു അവരുടെ അഭിപ്രായത്തെ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു കാരണവശാലും പൗരത്വമില്ലാത്ത പേര് പറഞ്ഞ് നേറ്റിവിറ്റി കാർഡ് പോലും ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരു മലയാളിയെയും അർഹതപ്പെട്ടവനെയും പുറത്തുവിടുന്ന പ്രശ്നമില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഗവൺമെന്റ് നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.